So today we are going to discuss sixth module fuel cell. ഫ്യൂവൽ സെല്ല് നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് ഫ്യൂവൽ സെൽസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് ആദ്യത്തെ ബേസിക് ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ടു ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ആനോഡും കാത്തോഡും. നെഗറ്റീവ് ഇലക്ട്രോഡും പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ടാവും. അതിലൊരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവും. സോ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതാണ് ഒരു ഫ്രീ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ആക്ച്വലി കറണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ആക്ച്വലി ഒരു ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതിൻ്റെ ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് ലൂപ്പാണെന്നുണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ ഒരു ടേം എന്ന് പറയുന്നത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ടു ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കും എപ്പോഴും ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് മേ ബി ഇറ്റ് ഈസ് എ റെസിസ്റ്റർ ഓർ ഇൻഡക്റ്റീവ് ടൈപ്പ് ഓഫ് നേച്ചർ, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റീവ് ടൈപ്പ് ഓഫ് നേച്ചർ ആവാം. അതായത് ലോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ഡിവൈസ് ആണോ കണക്ട് ചെയ്തിട്ട് അതിന് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നതിനാണ് ലോഡ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ രണ്ട് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആനോഡും കാത്തോഡും, നെഗറ്റീവ് ഇലക്ട്രോഡും പോസിറ്റീവ് ഇലക്ട്രോഡും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് ഇലക്ട്രോഡും ഒരു ഇലക്ട്രോലൈറ്റിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സോ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ ഫ്ലോ ആവുന്ന ഇലക്ട്രോൺസും ഇൻറ്റേർണൽ സർക്യൂട്ട്സിലൂടെ ഫ്ലോ ആവുന്നത് അയോൺസുമാണ്. അപ്പോൾ ഇതിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ആവുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടോ അയോൺസ് ഫ്ലോ ആവുന്നു. സോ അങ്ങനെ ടോട്ടലി ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്ക് സർക്യൂട്ട്സ് ക്ലോസ് ആവുകയും നമുക്ക് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ജനറേഷൻ എന്നുള്ളത് നടക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എനർജി കൺവേർഷൻ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് ദി കെമിക്കൽ എനർജി ഓഫ് ദി ഫ്യൂവൽ ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. സോ ഇവിടെ കെമിക്കൽ എനർജിയാണ് പറയുന്നത് അല്ലേ. ആനോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ മേ ബി ഇറ്റ് ഈസ് ഒരു മെറ്റീരിയൽ ആയിരിക്കും. അതേപോലെ കാത്തോഡ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ആയിരിക്കും. ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റോ ഹൈഡ്രജൻ സൾഫ്യൂരിക് ആസിഡ് അങ്ങനെയുള്ള ഓരോ ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റുകളായിരിക്കും ഉണ്ടാവുക. സോ ഇതൊക്കെ എന്താണ്, കെമിക്കൽസാണ്. CuSO4 H2SO4 എന്ന് പറയുന്നതൊക്കെ അപ്പോൾ കെമിക്കലാണ്. സോ ഇവിടെ നിന്ന് കെമിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇറ്റ് ഈസ് ഡയറക്ട്ലി കൺവേർട്ടിങ് ടു ദി ഇലക്ട്രിക്കൽ എനർജി. സോ ഇറ്റ് ഈസ് കോൾഡ് എസ് എ ഫ്യൂവൽ സെൽ. അതാണ് പറയുന്നത് വിത്തൗട്ട് ഇൻ്റർമീഡിയറ്റ് തെർമൽ ഓർ മെക്കാനിക്കൽ പ്രോസസ്സ്. ഇത് എന്താ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി കെമിക്കൽ റിയാക്ഷൻസ് മാത്രമേ നടക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ വേറെ തെർമൽ റിയാക്ഷൻസോ അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോസസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ. നമ്മൾ സാധാരണ ഒരു ബാറ്ററിയൊക്കെ ഉദ്ദേശിച്ച് നോക്കുക, ടോർച്ചിലുള്ളതും മൊബൈൽ ഫോൺസിലുള്ള ബാറ്ററികളൊക്കെ ഉദ്ദേശിച്ച് നോക്കുക, ഏകദേശം അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി സച്ച് ആസ് ഇലക്ട്രോലൈസർ, ഇലക്ട്രോപ്ലാസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ എനർജി ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ചെയ്യുന്നു. അതേപോലെ ഇലക്ട്രിക്കൽ എനർജീസ് വല്ല വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമുക്കിതിൽ കൂടുതലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറിക് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഓപ്പറേഷൻ. അപ്പോൾ മോസ്റ്റ്ലി ഹൈഡ്രജൻ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണമുണ്ടാകുന്ന ഫ്യൂവൽസിനെയാണ് ജനറിക് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോസ്റ്റ്ലി ഇതിൽ കണ്ടക്റ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ആനോഡ് ഉണ്ട്, ഒരു കാത്തോഡ് ഉണ്ട്. നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ആയിരിക്കും. അതാണ് ഇവിടെ ഫ്യൂവൽ H2 എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ H2 കൊടുക്കുമ്പോൾ അത് അയോൺസ് ആയിട്ട് ചേഞ്ച് ആകുന്നു. ദാറ്റ് ഈസ് അയോൺസ് ആർ മൂവിങ് ഫ്രം ആനോഡ് ടു കാത്തോഡ്. അപ്പോൾ ഇവിടെ കാണിച്ചത് പോലെ കാണുന്നുണ്ട്. അപ്പോൾ നടുവിൽ ഇവിടെ ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ നമ്മൾ ഹൈഡ്രജനും ഇൻപുട്ട് കൊടുക്കുന്നു, നമ്മൾ എയറും ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, ഹാഫ് O2. സോ ഇവിടെ നമുക്കുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടന്നതിന് ശേഷമാണ് നമുക്ക് വാട്ടർ ഔട്ട്പുട്ടായിട്ടും അതേപോലെ ഇലക്ട്രിസിറ്റി നമുക്ക് ഔട്ട്പുട്ടായിട്ടും കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണലി പോകുന്നത് ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് അയോൺസ്, എക്സ്റ്റേർണലി ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഒരു ഫ്യൂവൽ സെൽ, ബാറ്ററി, ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ. അപ്പോൾ ഇത് സിലബസിൽ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും, ഒരു പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടാവും. ഇത് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഒരു സെപ്പറേറ്റർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചാർജിങ് ആവശ്യമുള്ള റീചാർജബിൾ ബാറ്ററി ആണെങ്കിൽ അതിൻ്റെ ചാർജിങ് കൊടുക്കേണ്ട സ്ഥലം ഉണ്ടാവും, അതില്ലെങ്കിൽ അതുണ്ടാവില്ല. അതേപോലെ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട്, അതായത് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും. നമ്മൾ സാധാരണ ഒരു ബാറ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഹാവ് ബി പോസിറ്റീവ് സൈഡ്സ് ആൻഡ് നെഗറ്റീവ് സൈഡ്.
അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫ്യൂവൽ സെല്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുന്നുണ്ട് എയർ നമ്മൾ ഇൻറ്റേർണലി കൊടുക്കണം, ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് കൊടുക്കണം, മെംബ്രെയിൻസ് ആൻഡ് ഇലക്ട്രോഡ്സ് ഉണ്ടാവും, പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡ്സ് ഉണ്ടാവും, പിന്നെ ഫ്ലോ ഫീൽഡ് പ്ലേറ്റ്സ്, പിന്നെ അതേപോലെ ഹീറ്റ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, 85 ഡിഗ്രി സെൽഷ്യസോളം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ അൺയൂസ്ഡ് എയർ ആൻഡ് വാട്ടർ വേപ്പർ, നോ പൊല്യൂഷൻ. അതായത് എയറിങ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ട്, അതേപോലെ വാട്ടറും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ട് വിത്തൗട്ട് എനി പൊല്യൂഷൻ. വി ക്യാൻ ജനറേറ്റ് ദ വാട്ടർ വിത്ത് എ ഫ്യൂവൽ സെൽ വിത്ത് നോ പൊല്യൂഷൻ. അതേപോലെ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് നന്നായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി, വാട്ടർ, സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ്. ഇവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. സോ അതേപോലെ ഒരു ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ, സാധാരണ എഞ്ചിൻ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ ആൻഡ് എയർ മിക്സ്ചറാണ് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുക. എക്സോസ്റ്റ് ഉണ്ടാവും. സോ എക്സോസ്റ്റ് എന്ന് പറയുന്നത് സ്മോക്കിൽ വേരിയസ് കോമ്പോണൻറ്റുകൾ ഉണ്ടാകും. കണ്ടോ, നൈട്രജൻ കോമ്പോണൻറ്റ്, ഹൈഡ്രജൻ കാർബൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേപ്പർ ഉണ്ടാവും. അതേപോലെ ഹീറ്റും പുറത്തേക്ക് വരും. ഇതാണ് നമുക്ക് ഉള്ളത്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഔട്ട്പുട്ടാണ്. മെക്കാനിക്കൽ ഔട്ട്പുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി മെഷീൻ റണ്ണിങ്ങോ അങ്ങനെ അല്ലെങ്കിൽ വെഹിക്കിൾ മൂവ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ കിട്ടുന്നത്. പിന്നെ നമുക്കൊരു ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ക്ലാസിഫൈ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിധത്തിൽ ക്ലാസിഫൈ ചെയ്യാം. മേ ബി അതിൻ്റെ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നതിന് വെച്ച് ക്ലാസിഫൈ ചെയ്യാം, അതിൻ്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ വെച്ച് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നതിൻ്റെ റേഞ്ചസ് വെച്ച് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് അറ്റ് 1100 ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 600 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ദി ഹൈ ടെമ്പറേച്ചർ പെർമിറ്റ് സ്പോണ്ടേനിയസ് ഇൻറ്റേർണൽ റീഫോംസ് ഓഫ് ലൈറ്റ് ഹൈഡ്രോകാർബൺസ് ഫ്യൂവൽസ്. അപ്പോൾ ഇവിടെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇൻറ്റേർണൽ റിഫോംസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇവിടുത്തെ ഹൈഡ്രജനും കാർബണും ഇൻ ദി പ്രസൻസ് ഓഫ് വാട്ടറിൽ നടക്കുന്ന റിയാക്ഷൻസിൽ വിത്ത് നിക്കൽ കാറ്റലിസ്റ്റ് ആകുമ്പോൾ നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഇതാണ് അവിടെ പറയുന്നത്. പിന്നെ അതേപോലെ ഇങ്ങനെയുള്ള ഹൈ ടെമ്പറേച്ചർ ഫ്യൂൽ സെൽസ് എന്ന് പറയുന്നത് മോൾട്ടൺ കാർബണേറ്റ്, പിന്നെ അതേപോലെ സോളിഡ് ഓക്സൈഡ്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫ്യൂൽ സെൽസിനെയാണ് നമ്മൾ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയാം. പിന്നെ അതേപോലെ ലോ ടെമ്പറേച്ചർ ഫ്യൂൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ബിലോ 480 ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 250 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡസ് നോട്ട് പെർമിറ്റ് എനി ഇൻറ്റേർണൽ റിഫോംസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻറ്റേർണൽ റിഫോംസ് വേണമെന്ന് പറയുന്നുണ്ട്. ലോ ടെമ്പറേച്ചറിൽ ഇൻറ്റേർണൽ റിഫോംസ് വേണ്ട. അപ്പോൾ നമ്മൾ പക്ഷേ ഇതിൽ എക്സ്റ്റേണലായിട്ട് നമ്മളൊരു ഹൈഡ്രജൻ അതിലേക്ക് സപ്ലൈ ചെയ്യണം. ഇതിലതിൻ്റെ എക്സ്റ്റേണലായിട്ടുള്ള ഹൈഡ്രജൻ സപ്ലൈ വേണ്ട. പിന്നെ അതേപോലെ ഇറ്റ് എക്സിബിറ്റ് ക്വിക്ക് സ്റ്റാർട്ടപ്പ്, സഫർ ഫ്യൂവർ മെറ്റീരിയൽ പ്രോബ്ലംസ്, എക്സിബിറ്റ് ക്വിക്ക് സ്റ്റാർട്ടപ്സ്. എന്താണ്, ഹൈഡ്രജൻസ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് പെട്ടെന്ന് സപ്ലൈ ചെയ്യണം, ഡയറക്റ്റായിട്ട് സപ്ലൈ ചെയ്യണം. ഹൈ ടെമ്പറേച്ചറിലാണെങ്കിൽ ആ ഹൈഡ്രജനും കൂടെ അത് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമായതുകൊണ്ട് ഔട്ട്പുട്ടിന് ടൈം കുറച്ച് എടുക്കും ഔട്ട്പുട്ട് കിട്ടാൻ. പക്ഷേ ഇതിൽ ഔട്ട്പുട്ട് പെട്ടെന്ന് കിട്ടുന്നു. പിന്നെ ഈസി ടു ഹാൻഡിൽ വെഹിക്കിൾ ഓപ്പറേഷൻസിലൊക്കെ നമുക്ക് ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെഹിക്കിളിൻ്റെ റണ്ണിങ്സിനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ലോ ടെമ്പറേച്ചർ ഫ്യൂൽ സെൽസ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആൽക്കലൈൻ, ഫോസ്ഫോറിക് ആസിഡ്, അതേപോലെ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെമ്പർ ഓർ സോളിഡ് പോളിമർ. ഇതേപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഒരു സാധനത്തിന് 2 പേര് തന്നിട്ടുണ്ടെങ്കിൽ 2ഉം പഠിക്കുക. ഏതാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക എന്നുള്ളത് അറിയില്ല. ഓക്കെ, അപ്പോൾ 2 പേരുണ്ടെങ്കിൽ 2 പേരും പഠിച്ചു വയ്ക്കുക. അപ്പോൾ സാധാരണ ഒരു ആൽക്കലൈൻ ഫ്യൂൽ സെല്ലാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ പറഞ്ഞ പോലെ ആനോഡ് ഇവിടെ ഉണ്ട്, കണ്ടോ. അതേപോലെ കാത്തോഡ് ഇവിടെ ഉണ്ട്. ഇവിടെ KOH ആണ് അതിൻ്റെ ഒരു ആൽക്കലൈൻ ഇലക്ട്രോലൈറ്റായിട്ട് വരുന്നത്. സോ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ ഒരു സോളിഡ് പേസ്റ്റ് പോലുള്ള കോമ്പോണൻറ്റുകളാവാം. എന്ത് വേണമെന്നുണ്ടെങ്കിലും ആ കെമിക്കൽ റിയാക്ഷൻസ് നടത്താൻ പറ്റുന്ന ഇലക്ട്രോലൈറ്റ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ആനോഡും ഉണ്ട്, കാത്തോഡും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂവലായിട്ട് ഹൈഡ്രജൻ സപ്ലൈ ഉണ്ട്, അതേപോലെ ഓക്സിജൻ സപ്ലൈ ഉണ്ട്. സോ ഹൈഡ്രജൻ H2 ഇവിടെ എന്താകുന്നുണ്ട്, ഹൈഡ്രജൻ പ്ലസ് നമ്മളിവിടുത്തെ വാട്ടറിൻ്റെ കോമ്പോണൻറ്റ്, അത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ 2OH മൈനസ്. സോ ആക്ച്വലി H+ എന്ന് പറയുന്ന അയോൺസും OH മൈനസ് എന്ന് പറയുന്ന അയോൺസും, ഇത് പോസിറ്റീവ് അയോൺസും ഇത് നെഗറ്റീവ് അയോൺസും. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ H+
പ്ലസ് OH- ഗീവ്സ് വി ഗെറ്റ് വാട്ടർ ആസ് എ ബൈ പ്രോഡക്റ്റ്. അതാണ് ഇവിടുത്തെ വാട്ടർ എന്ന് പറയുന്ന ബൈ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. സോ ആനോഡ് ആൻഡ് കാത്തോഡ് തമ്മിൽ ഇന്റേണലി ഫ്ലോ നടക്കുന്നത് ത്രൂ ദി അയോൺസും എക്സ്റ്റേണൽ സർക്യൂട്ട്സിലൂടെ ഫ്ലോ ആകുന്നു ബൈ ദി മീൻസ് ഓഫ് ഇലക്ട്രോൺസ്. അതായത് ഒരു ഹൈഡ്രജൻ്റെ റിയാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ റിയാക്ഷൻ. ഒരു ഹൈഡ്രജനിൽ 2 ഇലക്ട്രോൺ നെഗറ്റീവ് ഇലക്ട്രോൺസ് ഒക്കെ വരുമ്പോഴാണ് അത് 2H+ ആയിട്ടൊക്കെ വരിക. സോ അത് എനർജി ബാലൻസിങ്ങിൻ്റെ ഒരു കണ്ടീഷൻസ് ആണ്. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ഞാൻ ഒന്നും കൂടെ വാലിഡേറ്റ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വരുന്നതിൽ റിയാക്ഷൻസ് ഉണ്ട്, അപ്പോൾ അതിൽ വെച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റിലൂടെ ഫ്ലോ ആവുന്നു. അപ്പോൾ ഇവിടെ ഔട്ടർ മോസ്റ്റിൽ ഇലക്ട്രോൺസ് ഫ്ലോ ആവുന്നുണ്ട്, ഇൻ്റർ മോസ്റ്റിൽ അയോൺസ് ഫ്ലോ ഉണ്ട്. സോ ആ ടോട്ടൽ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇങ്ങനെയാണ് നമുക്കൊരു ആൽക്കലൈൻ ഫ്യൂൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കലൈൻ ഫ്യൂൽ സെൽ എന്ന് പറയുന്നത് ആൽക്കലൈൻ ഇലക്ട്രോഡ് KOH ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഫ്യൂൽ സെല്ല് പഠിക്കുമ്പോൾ അതിൻ്റെ കാര്യം വരുന്നത് ആനോഡ് എന്താണ്, കാത്തോഡ് എന്താണ്, അതിൽ ഇലക്ട്രോലൈറ്റ് എന്താണ്, അതേപോലെ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്, കെമിക്കൽ റിയാക്ഷൻസ്. ആ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആൻഡ് ഔട്ട്പുട്ട് എന്നുള്ള കാര്യവും നമ്മൾ നോക്കണം. ഓക്കെ, അതാണ് അതിൽ മോസ്റ്റ്ലി അതിലൊരു കാര്യം വരുന്നത്. അപ്പോൾ ആൽക്കലൈൻ സെല്ലിൻ്റെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആൽക്കലൈൻ സെൽ ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് ലോ ടെമ്പറേച്ചർ, ഹാവ് ഫാസ്റ്റ് സ്റ്റാർട്ടപ്പ് ടൈംസ്. അതായത് നമുക്കിപ്പോൾ ഇവിടെ KOH പിന്നെ അതേപോലെ ഹൈഡ്രജൻ സപ്ലൈ നേരിട്ട് കൊടുക്കുന്നുണ്ട്, ഓക്സിജൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ഫാസ്റ്റ് സ്റ്റാർട്ടപ്പ് ടൈംസ്, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ടേൺ ഓൺ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് അഡ്വാൻറ്റേജസ് ആണ്. എഫിഷ്യൻസി ഔട്ട്പുട്ട് കൂടുതലാണ്. നീഡ് ലിറ്റിൽ ഓർ നോ എക്സ്പെൻസീവ് പ്ലാറ്റിനം കാറ്റലിസ്റ്റ്. അപ്പോൾ ഇവിടെ നന്നായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നതും KOH ആണ്. പിന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മളെപ്പോഴും എന്താണ് ഒരു നിക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാറ്റലിസ്റ്റ് വേണം എന്നവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലതിന് പ്ലാറ്റിനം ടൈപ്പ് കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ ഇതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്ലാറ്റിനം കാറ്റലിസ്റ്റ് വേണ്ടാത്തത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്പെൻസീവ്. ഹാവ് മിനിമൽ കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനോഡും കാത്തോഡും എന്ന് പറയുന്ന മെറ്റീരിയൽസ് ആണെന്ന് പറഞ്ഞു. സോ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കും തോറും H+ അതേപോലെ ഇലക്ട്രോൺസ് ഒക്കെ ലോസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ മെറ്റീരിയൽ ഡീകമ്പോസിഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ കൊറോഷൻ എന്ന് പറയുന്നത് കുറവാണ്. പിന്നെ റിലേറ്റീവ് ഈസി ടു ഓപ്പറേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമാണ്, വേറെ പ്രത്യേകിച്ചുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഹാവ് ലോ വെയ്റ്റ് ആൻഡ് വോള്യൂം. ഓക്കെ, വെയ്റ്റും വോള്യൂം കുറവാണ്. പിന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ an extremely intolerant CO2 about 350 ppm അതായത് പാർട്സ് പെർ മില്യൺ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ട്, പിന്നെ അതേപോലെ കാർബൺ മോണോക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇത് രണ്ടും നമുക്ക് കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും നമ്മുടെ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനങ്ങളാണ്. അപ്പോൾ ഇത് ഈ ഫ്യൂൽ സെല്ലിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്യൂൽ സെല്ലല്ല, നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ ആൽക്കലൈൻ സെല്ലിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുമ്പോൾ ഇറ്റ് മേക്ക് സം പൊല്യൂഷൻസ്. ഓക്കെ, പിന്നെ നമുക്ക് പിന്നെ അടുത്ത കാര്യം എന്താണ്, ദ ഓക്സിജൻ മസ്റ്റ് ബി എയ്തർ പ്യുവർ ഓക്സിജൻ ഓർ എയർ ദാറ്റ് ക്യാൻ ബി സ്ക്രബ്ഡ് ഫ്രീ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതേപോലെ നമ്മൾ ഹൈഡ്രജൻ കൊടുക്കുന്നു, അതേപോലെ ഓക്സിജൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിതിൽ ഏത് പ്യുവർ ഓക്സിജൻ ഓർ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രബ്ഡ് ഫ്രീ കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും മതി. പിന്നെ ദ ഫ്യൂൽ മസ്റ്റ് ഹാവ് പ്യുവർ ഹൈഡ്രജൻ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് കാർബൺ ഓക്സൈഡ് ഇൻ റീഫോർമേറ്റ്. അപ്പം ചിലപ്പോൾ ഫ്യൂൽ മസ്റ്റ് ബി പ്യുവർ ഹൈഡ്രജൻ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് പ്യുവർ ഹൈഡ്രജൻ ആണെന്ന് കൊടുക്കണം. അപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് പ്യുവർ ഹൈഡ്രജൻ ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും
കോമ്പോണൻറ്റിൽ പ്രസൻസ് ആയി കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ്റെ വേറെ കോമ്പോണൻറ്റുകൾ ഫോം ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഹാവ് ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് ഇൻട്രൊഡ്യൂസിങ് ലിക്വിഡ് ഹാൻഡിലിംഗ് പ്രോബ്ലംസ്. അപ്പോൾ ലിക്വിഡ് KOH എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ലിക്വിഡ് ലീക്കാവും, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. റിക്വയർഡ് കോംപ്ലക്സ് വാട്ടർ മാനേജ്മെൻറ്റ്, അതായത് ഔട്ട്പുട്ട് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള വാട്ടർ പുറത്തേക്ക് തള്ളാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ റിലേറ്റീവ്ലി ഷോർട്ട് ലൈഫ് ടൈം. അപ്പോൾ ഈ KOHൻ്റെ ലീക്കേജ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആ ഇലക്ട്രോലൈറ്റിൻ്റെ വാല്യൂ കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒരു ഡിവൈസ് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആനോഡ് റിയാക്ഷൻ ഉണ്ടാവും, കാത്തോഡ് റിയാക്ഷൻ ഉണ്ടാവും, അതേപോലെ സെൽ ഓവറാൾ റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആനോഡ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ പ്ലസ് 2KH പ്ലസ് 2OH മൈനസ്, അതായത് KOH ആണ് നമുക്ക് അതിൻ്റെ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡാണ് അതിൻ്റെ ഇലക്ട്രോലൈറ്റായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് K പ്ലസും OH മൈനസും ആയിട്ട് സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈഡ്രജനും അതിൽ ആനോഡിൽ നടക്കുന്ന റിയാക്ഷനാണ് പറയുന്നത് 2KOH. ഇവിടെ ഈ 2 ഒക്കെ വന്നത് ഇറ്റ് ഈസ് ടു ബാലൻസ് ദി കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ പ്ലസ് 2K പ്ലസ് 2OH മൈനസ് ഗിവ്സ് 2K പ്ലസ് 2 ഹൈഡ്രജൻ, 2 വാട്ടർ. അപ്പോൾ ഇവിടെ കണ്ട H2 എന്ന് പറയുന്നത് വാട്ടറിൻ്റെ 2 മോളിക്യൂൾസ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2K ഗീവ്സ് 2K പ്ലസ് 2 ഇലക്ട്രോൺസ്. ഇവിടെ കണ്ടോ, ഇവിടുത്തെ 2K എന്ന് പറയുന്നത് 2 പൊട്ടാസ്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് എങ്ങനെയായിരുന്നു, 2K പ്ലസ് 2 ഇലക്ട്രോൺസ് ആണ് ശരിക്കും. ആക്ച്വലി ഈ 2K എന്ന് പറഞ്ഞുണ്ടാകുന്നത് 2K പ്ലസ് 2 ഇലക്ട്രോൺ മൈനസ്, ഇങ്ങനെയാണ് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് വരുന്നത് ആനോഡിലുള്ളത്. അതേപോലെ കാത്തോഡിലുള്ള റിയാക്ഷൻ നോക്കൂ, ഹാഫ് വാട്ടർ പ്ലസ് വാട്ടർ എന്ന് പറയുന്നത് 2OHഉം അതേപോലെ ഈ 2OH നന്നായി നോക്കുക, 2OH പ്ലസ് 2 ഇലക്ട്രോൺ ഗിവ്സ് 2OH മൈനസ്. അതായത് നന്നായിട്ട് ശ്രദ്ധിക്കുക, ഒരു K എന്ന് പറയുന്നത് അത് K പ്ലസ് പോസിറ്റീവ് അയോൺസ് ആവണമെന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോൺസ് റിലീസ് ചെയ്യണം. അതേപോലെ ഒരു മെറ്റീരിയൽ ഇപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 2 ഇലക്ട്രോൺസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് നെഗറ്റീവ് ആയിട്ട് നിൽക്കുള്ളൂ. ഇവിടെ കണ്ടോ, ഇവിടെ നെഗറ്റീവ് അയോൺസ് ആണ് ഉള്ളത്, 2OH മൈനസ് കണ്ടോ നെഗറ്റീവ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് 2 ഇലക്ട്രോൺസ് സ്വീകരിക്കണം. ഇവിടെ നോക്കൂ, 2K എന്നുള്ളത് 2 പ്ലസ് ആവണം കണ്ടോ. ഓക്കെ, അപ്പോൾ 2 പ്ലസ് ആവണമെന്നുണ്ടെങ്കിൽ അത് 2 ഇലക്ട്രോൺസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓവറാൾ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ, H2 പ്ലസ് 2OH മൈനസ് ഗീവ്സ് 2H2O പ്ലസ് 2 ഇലക്ട്രോൺ. അതേപോലെ ഹാഫ് O2 പ്ലസ് H2O പ്ലസ് 2 ഇലക്ട്രോൺസ് ഗീവ് 2OH മൈനസ്. ഇതാണ് ഒരു ഫ്യൂവൽ സെല്ലിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് പറയുന്നത്. അപ്പോൾ ഒരു ഫ്യൂവൽ സെല്ല് പഠിക്കുമ്പോൾ ആനോഡ്, കാത്തോഡ്, ഇലക്ട്രോലൈറ്റ്, അതിൻ്റെ റിയാക്ഷൻസ് പറയുന്ന ആനോഡ് റിയാക്ഷൻസ്, അതേപോലെ കാത്തോഡ് റിയാക്ഷൻസ്, അതേപോലെ ഓവറാൾ റിയാക്ഷൻസ്. ഇത് എല്ലാ കാര്യങ്ങളും കൂടി എഴുതുമ്പോൾ മാത്രമേ ഒരു ഫ്യൂവൽ സെൽ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ നന്നായിട്ട് നോക്കുക, നമുക്ക് ബൈ പ്രോഡക്റ്റ് കിട്ടുന്നത് നന്നായി ശ്രദ്ധിച്ച് നോക്കുക. ഒരു വാട്ടർ കിട്ടുന്നുണ്ട്, 2 ഇലക്ട്രോൺ കിട്ടുന്നുണ്ട്, 2OH മൈനസ് കിട്ടുന്നുണ്ട്. ഈ വാട്ടറാണ് നമുക്ക് അടുത്ത ബൈ പ്രോഡക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുള്ള ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂവൽ സെല്ലിൻ്റെ ഉണ്ട്, പിന്നെ അതേപോലെ മോൾട്ടൺ കാർബണേറ്റ്, പിന്നെ അതേപോലെ നമുക്ക് സോഡിയം ഓക്സൈഡ് ഫ്യൂവൽ സെൽസ്, അതിൻ്റെ റിയാക്ഷൻസ്, പിന്നെ അതേപോലെ വേറെയും 2-3 കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി സെഷൻസ് കംപ്ലീറ്റ് ചെയ്യാം.